10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് സബ്ജക്ട് എടുക്കണമെന്നാണ് അപ്പൊ എല്ലാവരും പറഞ്ഞ് സയൻസ് എടുത്തോളാൻ. സയൻസ് എടുത്ത് കഴിഞ്ഞാൽ എവിടേക്ക് വേണേലും തിരിയാന്ന്. അതെ ഇപ്പൊ നെട്ടോട്ടം തിരിഞ്ഞോണ്ട് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാണ്ടായിരുന്ന ഒരു തോര. സംഭവം ഒക്കെ തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജോബും കാര്യങ്ങളും എല്ലാതും. പക്ഷെ പഠിച്ചു കഴിയണ വരെയുള്ള ഒരു സർവൈവിംഗ് ഉണ്ട്. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ ഒന്നല്ലടാ. നമ്മുടെ ലൈഫ് സ്റ്റൈല് ടോട്ടലി ചേഞ്ച് ആകും. ഫുഡും വെള്ളവും ക്ലൈമറ്റും പറ്റണേ ഉണ്ടായിരുന്നില്ല. അവസാനം തോറ്റ് തുന്നം പാടിയതുപോലെ ഡ്രോപ്പ് ഔട്ടും ചെയ്ത് നാട്ടിക്ക് പോയി. സത്യം പറഞ്ഞാൽ പിന്നുള്ളതായിരുന്നു ലൈഫ്. കോയമ്പത്തൂരിൽ നിന്ന് സർവൈവ് ചെയ്യാൻ നമ്മൾ മടിച്ചിട്ട് ഇവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ പോയെന്ന അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരും ഒരു പുച്ചിക്കലും ചോദ്യവും പറച്ചിലും. ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്ത പിള്ളേർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ഇത്. ഞാൻ മറന്നു കഴിഞ്ഞാൽ അവറ്റിങ്ങളൊക്കെ പറച്ചിലോണ്ട് തന്നെ ഇരിക്കും. ഞാൻ വീണ്ടും ഇവിടെ തന്നെ പഠിക്കാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും അസുഖങ്ങൾക്കൊന്നും ഒരു കുറവും കാണില്ല കേട്ടോ. പിന്നെ എനിക്കെന്നോട് തോന്നി തോറ്റു കൊടുക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോറ്റുകൊണ്ട് തന്നെ ഇരിക്കും. ഇതെങ്കിലും എനിക്ക് ജയിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുക ചെയ്യും. നമ്മൾ പറഞ്ഞ എവിടേക്കൊക്കെ എത്തി. നാളെ പ്രസന്റേഷൻ ഉണ്ട്. അതിന്റെ കാട്ടിക്കൂട്ടിലാണ് ഇത്. ഈ സൺഡേ മൊത്തം ടൈം ഉണ്ടായിട്ടും ഞാൻ നാളത്തെ പ്രസന്റേഷൻ ഇതാ രാത്രി 10:45 ഞാൻ ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നത്. എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ബാക്കിൽ ആ ഡോർ ഇങ്ങനെ താനെ തുറക്കണം കണ്ടിട്ടും ഈ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ പാദസരം ഇട്ടിട്ട് അതിന്റെ ചിലിച്ചിലും കെട്ടിട്ട് പേടിച്ചിട്ട് ഞാൻ ഇരിക്കണം. ഇവളാണ് വന്നപ്പോ പെട്ടെന്ന് പേടിച്ച് പാകുട്ടി മുറുക്കിട്ട് വന്നത്. അതേപോലെ വേറൊരു അസുഖം കൂടുണ്ട്. ഈ പഠിക്കാതിരിക്കുമ്പോൾ വിശപ്പ് എന്നല്ലാത്തൊരു വിശപ്പും ദാഹമാണ് പഠിക്കാനാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ. ഈ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് ഒന്നും നോക്കണ്ട. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കളറിൽ എഴുതണം. പക്ഷെ ഇവിടുത്തെ മാമന്മാർക്കാണെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ട് വേണം. അതെങ്ങനെ ഇപ്പൊ ചെയ്യുന്നുള്ള ആലോചിച്ചിരിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ ഡോറ് താനെ തുറക്കണോക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാണ്ടിരിക്കോ? അത് ഒറ്റയ്ക്ക് നേരത്തെ കാറ്റാണെന്നിട്ട് സമാധാനിക്കാം. ഒറ്റയ്ക്ക് അടയണമുണ്ട്. പേടി കാരണം പ്രൊജക്ട് വർക്ക് നിർത്താൻ പറ്റില്ല. കാരണം നാളെ പ്രസന്റേഷൻ. അപ്പൊ പിന്നെ ഇവനോട് വിളിച്ചിരുന്നു. ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിലും ഇടക്കിടക്ക് എനിക്ക് ഫുഡ് കൊടുത്തിരുന്നുണ്ട്. എന്തായാലും ചാർട്ട് വർക്ക് അങ്ങോട്ട് നീങ്ങിയിട്ടില്ലെങ്കിലും ഫുഡ് കഴിക്കൽ നല്ല നടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇനിയും കുറേ ഉണ്ട്. പാംലെറ്റും ലീഫ്ലെറ്റും കുറേ സാധനങ്ങൾ ഇനിയുണ്ട് ലിസ്റ്റിൽ. വെറുതെ ഇരിക്കാൻ പറ്റില്ല. കണ്ട വീണ്ടും എടുത്തിട്ട് പോന്നു. കഞ്ഞിവെള്ളമല്ലട്ടത് ഡീടോക്സ് വാട്ടർ. അങ്ങനെ നേരത്തെ കഠിനമായ പരിശ്രമത്തിലൊടുവിൽ അങ്ങനെ പാംലെറ്റും ലീഫ്ലെറ്റിന്റെ പണിയും കൂടെ കഴിഞ്ഞ് സുഖമായിട്ടുള്ള ഒരു ഓർക്കം. അപ്പോക്കേടെ കൂട്ടാ ബൈ ബൈ സീ യു.